പ്രതിപക്ഷ നിരയിലെ അതിശക്തരായിരുന്ന രണ്ട് കൗൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടുന്നതിലൂടെ ശ്രദ്ധേയമാവുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കമലേശ്വരം വാർഡ്. കോൺഗ്രസ് സിറ്റിംഗ് കൗൺസിലർ എം ബി രശ്മിക്കെതിരെ CPIM സ്ഥാനാർത്ഥിയായി മുജീബുർ റഹ്മാൻ രംഗത്ത് വന്നത് ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ്. കമലേശ്വരം വാർഡ് വിട്ടു നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് മുജീബുർ റഹ്മാൻ JDU വിട്ട് CPIM സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDF ഭരണത്തിനെതിരെ 6 മാസം മുമ്പ് UDF കൗൺസിലർമാർ നടത്തിയ രാപ്പകൽ സമരം കാണുക. സമരത്തിന്റെ മുൻനിരയിൽ സജീവ സാന്നിധ്യമാണ് MB രശ്മിയും മുജീബുർ റഹ്മാനും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള കമലേശ്വരം വാർഡിന്റെ ചിത്രം കൂടി കാണുക. 2010-ൽ JSS സ്ഥാനാർത്ഥിയായാണ് MBA-കാരിയായ MB രശ്മി കമലേശ്വരം വാർഡിൽ വിജയിച്ചത്. JSS-ൽ പിളർപ്പുണ്ടായപ്പോൾ രശ്മി JSS വിട്ട് കോൺഗ്രസിൽ ചേർന്നു. കമലേശ്വരം ഇത്തവണ ജനറൽ വാർഡായിട്ടും രശ്മിയെ മത്സരിപ്പിക്കാനായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. 2010-ൽ രശ്മിക്കൊപ്പം തൊട്ടടുത്ത അമ്പലത്തറ വാർഡിൽ നിന്നും UDF കൗൺസിലറായി JDU-വിന്റെ മുജീബുർ റഹ്മാനും വിജയിച്ചു. ഇത്തവണ അമ്പലത്തറ വനിതാ വാർഡായതോടെ കമലേശ്വരം വിട്ടു നൽകണമെന്ന് JDU അവസാന നിമിഷം വരെ ആവശ്യപ്പെട്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വം വഴങ്ങിയില്ല. ഇതോടെയാണ് ഏവരെയും അമ്പരപ്പിച്ച JDU വിട്ട് മുജീബുർ റഹ്മാൻ CPIM സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയത്. ഈ ഇരട്ടത്താപ്പിനെയാണ് UDF സ്ഥാനാർത്ഥി രശ്മി ചോദ്യം ചെയ്യുന്നത്. അന്ന് ഏത് നിലപാടാണോ ആ ഭരണത്തിനെതിരായിട്ട് എടുത്തത് അതേ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. മറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. എന്നാൽ JDU-വിന് താമസിയാതെ UDF വിടേണ്ടി വരുമെന്നും താൻ അതല്പം നേരത്തെ ചെയ്തുവെന്ന് മാത്രമേ ഉള്ളൂവെന്നുമാണ് മുജീബുർ റഹ്മാന്റെ വാദം. ജനതാദൾ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി എപ്പോഴും ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. മാത്രമല്ല സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവം വെച്ച് പുലർത്തുന്ന സഖാക്കളാണ് അതിലുള്ളവരെല്ലാം. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആശയമുള്ള ഒരു പ്രസ്ഥാനവുമായി യോജിച്ചു പോവുക എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിലെ ഏതാണ്ട് ബഹുഭൂരിപക്ഷം പേരുടെ ഒരു ആഗ്രഹമാണ്. ഏതായാലും പൊടുന്നനെയുള്ള മുജീബുർ റഹ്മാന്റെ മുന്നണി മാറ്റവും രശ്മിയുടെ സ്ഥാനാർത്ഥിത്വവും ജനം അംഗീകരിച്ചോ എന്നറിയാൻ നവംബർ 7 വരെ കാത്തിരിക്കേണ്ടി വരും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.